പിന്നെ ഒരു ടോപ്പിക് കേട്ടപ്പോ എനിക്ക് ക്യൂരിയസ് തോന്നിയ ഒരു ടോപ്പിക്കാണ് തിയറി ഓഫ് എവറിത്തിങ്. അതെന്താന്നൊന്ന് പറയാം. അത് ഐൻസ്റ്റീൻ കുറെ ശ്രമിച്ചാണ്, ലാസ്റ്റ് 30 years ശ്രമിച്ചാണ്. ഹോക്കിംഗ് പറഞ്ഞ ബെറ്റ്ലാവറയാണ്. 4 ഫോഴ്സുകൾ. ഒന്ന് സ്ട്രോങ് ഫോഴ്സ്, അതായത് ഈ ഇലക്ട്രോൺ പ്രോട്ടോണുകൾ മേഡ് ഓഫ് ക്വാർക്കിനെ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് ആ ഗ്ലൂ ആണ്, ആ സ്ട്രോങ് ഫോഴ്സാണ്. വീക്ക് ഫോഴ്സ് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ലൈറ്റ്. ഇത് 3 ക്ലാസിക്കലാണ്, ക്വാണ്ടം ഫോഴ്സ് ആണ്. ക്ലാസിക്കൽ വരുന്നതാണ് ഗ്രാവിറ്റി. അപ്പൊ ക്ലാസിക് വരുന്ന ഗ്രാവിറ്റി, ക്വാണ്ടം വരുന്ന മറ്റേ സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക്, ഇതെല്ലാം കമ്പൈൻ ചെയ്യാൻ നോക്കി. പക്ഷെ ഐൻസ്റ്റീൻ 30 വർഷം മാത്തമാറ്റിക്സ് ശ്രമിച്ചതും പറ്റിയില്ല. അപ്പൊ ഇത് ക്വാണ്ടം ക്ലാസിക് കമ്പൈൻ ചെയ്യാൻ, അതാണ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയും. അത് സ്പേസ് സിംഗുലാരിറ്റി ഇല്ല, ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. അത് പോസിബിൾ അല്ല, ഇതിന് പോസിബിൾ ആയിട്ടില്ല, തിയറി എവിടെയും പോസിബിൾ ആയിട്ടില്ല. ഹോക്കിംഗ് ശ്രമിച്ചാണ് പറയാൻ, അത് പോസിബിൾ ആയിട്ടില്ല. പിന്നെ എലക്ട്രോവിക് തിയറിയിലുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വീക്ക് ഫോഴ്സ്, സലാമണാളും വെയിൻബർഗാളും ചെയ്താണ് ഇലക്ട്രോവിക് തിയറി. ഇലക്ട്രോമാഗ്നറ്റിക് വീക്ക് ഫോഴ്സ് വെച്ചാൽ ഇലക്ട്രോവിക് തിയറി. പക്ഷെ തിയറി എവറിത്തിങ് ഇതിന് പറ്റിയിട്ടില്ല, കാരണം ക്വാണ്ടം ക്ലാസ് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പറ്റില്ലെന്നാണ് ഹോക്കിംഗ് പറഞ്ഞത്, അറിയില്ല. ഐൻസ്റ്റീൻ 30 വർഷം സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ് മരിക്കുന്ന മുമ്പ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു റിസർച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇതിൽ ഞാൻ തന്നെ പഠിച്ചാണ്, എവിടെയും ക്ലാസ് സെന്ററിൽ പഠിച്ചാലല്ല. ക്വാണ്ടം മെക്കാനിക്സ് ആയാലും കോസ്മോളജി തന്നെ പഠിച്ചാണ്. സെൽഫ് തോട്ട്, പണ്ടത്തെ സയന്റിസ്റ്റുമാരും ഫിലോസഫേഴ്സും എല്ലാം അങ്ങനെ സെൽഫ് തോട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതെ, ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഒറിജിനെ കുറിച്ച് തീരില്ല. 2 പാർട്ടിൽ വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് ടെക്നിക്കലി സോൾവ് ആണ്, പക്ഷെ ഇന്റലക്ച്വലി സോൾവ് അല്ല. പിന്നെ ഉള്ളത് ഈ യൂണിവേഴ്സിറ്റി ഒറിജിൻ. ഇത്രയും നാൾ ഞാൻ ആദ്യം പറഞ്ഞ +1 കാര്യം പറഞ്ഞത്. +1 ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, -1 പിന്നെ ഉണ്ടാവാം, കംപ്രസ് ചെയ്യും. അപ്പൊ +1 പോകുന്ന അങ്ങനെ. അപ്പൊ ആ തീരെ കുറച്ചൊരു വാലിഡ് ആയിട്ട് വരുന്നുണ്ട്. കൗണ്ടർ ഇൻഡ്യൂട്ടി എന്ന് പറയും, ഇതൊന്നും നമ്മുടെ കോമൺ സെൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് കോസ്മോളജിയിലെയും ബ്രീഫായിട്ട് പറഞ്ഞു, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി സയൻസിൽ നിങ്ങൾക്ക് വരണം എന്ന്, അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരണം എന്ന് പറയുന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഈ മോഡേൺ സയൻസ് മാത്തമാറ്റിക്കലി കുറച്ചുകൂടി ഈ മാർക്കോവിന്റെ സിസ്റ്റം കളഞ്ഞിട്ട് അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഇനി വരും. കാരണം ഈ കലാം പറഞ്ഞ ബെസ്റ്റ് ബ്രെയിൻസ് ആർ ഓഫൺ ഫൗണ്ട് ബാക്ക് ബെഞ്ച് ക്ലാസ്സിന്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻസ് ആണ്. ഇവിടെ ഈ അക്കാഡമിക് സിസ്റ്റം മാറ്റിയാലേ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇതൊരു കൺസർവേറ്റീവ് ആയിട്ട് സിസ്റ്റമാണ്, യാഥാസ്ഥിക സിസ്റ്റമാണ്. ഫിലോസഫി എടുത്താലും ഇപ്പൊ അക്കാഡമിക് ഫിലോസഫി പറഞ്ഞാൽ ശരിക്കും ഫിലോസഫി അക്കാഡമിക് ഫിലോസഫി ബിയോണ്ടാണ്. ഇവിടെ അങ്ങനെ അക്കാഡമിക് ഫിലോസഫി പറഞ്ഞാൽ പ്യൂർലി സ്കോളർലിയാണ്. ആ സ്കോളർലി അപ്രോച്ച് എടുത്ത് കളയണം. ആർക്കും വേണമെങ്കിൽ സ്കോളർ ആവാം, ജീനിയസ് എല്ലാവർക്കും ആവാൻ പറ്റില്ല. ആ സ്കോളർലി അപ്രോച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ കളയുകയാണെങ്കിൽ വളരെ ഔട്ട് ഓഫ് ബോക്സും ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. പിന്നെ അവർക്കൊന്നും പൊങ്ങി വരാൻ പറ്റുന്നില്ല. ഇവിടെ ഇന്ത്യൻ സയൻസ് കാരണം 99.9% മാർക്ക് വേണം. എന്നിട്ട് ഈ കയറിയിട്ട് എന്താ ചെയ്യുന്നത്? എത്ര യൂണിവേഴ്സിറ്റി, യേൽ അല്ലെങ്കിൽ ഹാർവാർഡ്, വലിയ യൂണിവേഴ്സിറ്റി പറയണ്ട, IIT, പക്ഷേ റെവല്യൂഷണറി ആയിട്ട് കഴിഞ്ഞ 100 വർഷമായിട്ട് കണ്ടുപിടുത്തുണ്ടായിട്ടില്ല. ഐൻസ്റ്റൈൻ ഒന്നും അങ്ങനത്തെ ആളായിരുന്നില്ല. പുള്ളി എക്സാംസിന് എതിരായി. അങ്ങനെ ഒരു ആ സ്കോളർലി അപ്രോച്ച് കളയണം, എന്നാലേ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ക്രിയേറ്റീവ് തിങ്കിങ് റെവല്യൂഷണറി കണ്ടുപിടുത്തുണ്ടാവും. അപ്പോൾ ഇനിയും പുതിയ പുതിയ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇത്തവണ നമ്മുടെ ടോപ്പിക്കായിരുന്നു കോസ്മോളജി. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു സോ മച്ച്.